നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് 11 മണിവരെ 30.15% പേർ വോട്ട് രേഖപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കാണ്. വലിയ വിജയപ്രതീക്ഷയെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. UDFന് ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും UDF വോട്ടിന് വിള്ളലുണ്ടാക്കാൻ കഴിയില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. ജനകീയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. മുഹമ്മദ് ഷംസീർ കൂടുതൽ വിവരങ്ങളുമായി. ഷംസീർ, എങ്ങനെ പുരോഗമിക്കുന്നു നിലമ്പൂരിലെ പോളിംഗ്? ഇപ്പോൾ സമയം ഉച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയുള്ള ഒരു പൊതുവായ ഒരു കാഴ്ചകൾ വെച്ചാൽ ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ആവേശഭരിതമാണോ? നിഷാദ്, നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിൽ വോട്ടേഴ്സ് ഈ തെരഞ്ഞെടുപ്പിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നു എന്നതാണ് ഇതുവരെയുള്ള കാഴ്ചകൾ തെളിയിക്കുന്നത്. മാത്രമല്ല, വോട്ടേഴ്സിന്റെ പ്രതികരണത്തിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, അതെല്ലാം ഈ വോട്ടേഴ്സും കൃത്യമായി തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വിവിധ ബൂത്തുകളിൽ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ 35% അടുക്കുകയാണ് പോളിംഗ് പെർസെൻറ്റേജ് എന്നുള്ളതാണ്. അതും ഈ പ്രതികൂല കാലാവസ്ഥക്കിടയിലാണ് ഈ തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുന്നതെന്നും പ്രധാനമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വനമേഖലയിലാണ്. ഇവിടെ ആദിവാസികൾക്കായി പ്രത്യേകം ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 3 ആദിവാസി ഊരുകൾക്കായി ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുട്ടുകുത്തി മേഖലയിലാണ്. ഇവിടെ ഈ നിലമ്പൂരിൽ നിന്ന് ഈ പുഴ കടന്ന് വേണം ഇങ്ങോട്ടെത്താൻ. നേരത്തെ ഉണ്ടായിരുന്ന പാലം പ്രളയകാലത്ത് അത് ഒലിച്ചു പോയതാണ്. ഇപ്പോൾ ഈ നല്ല ഒഴുക്കുള്ള പുഴ കടന്ന് ഇങ്ങോട്ട് എത്തേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ വനമേഖലയിൽ ഇപ്പോൾ അത് അതീവ പ്രശ്നബാധിത ബൂത്ത് കൂടിയാണ്. 271 വോട്ടേഴ്സാണ് ഈ ആദിവാസി മേഖലയിൽ ഉള്ളത്. ഈ ബൂത്തിൽ വോട്ട് ചെയ്യേണ്ടത് 271 വോട്ടേഴ്സാണ്. ഇതിൽ 200-ലധികം പേർ ഇതോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ CISFന്റെ ഉദ്യോഗസ്ഥരടക്കം സുരക്ഷയ്ക്കായി വിന്യസിച്ചതും കാണാൻ കഴിയും. നിലവിൽ ഈ പോളിംഗ് ബൂത്തിൽ വോട്ടേഴ്സ് ആരും തന്നെ ഇല്ല എങ്കിൽ കൂടി 200-ലേറെ പേർ ഇതോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് വനത്തിനകത്തേക്കുള്ള വോട്ടേഴ്സാണ് ഇവിടെ എത്തി വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി എന്നോടൊപ്പം ചേരുന്നുണ്ട്, സതീഷ് കുമാർ. ഇപ്പോൾ 200-ലേറെ പേർ ഇതോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയില്ല. നല്ല പ്രതികരണമാണ്. അതെ, വോട്ടിനോട് നല്ല പ്രതികരണമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ ആളുകളെയും വോട്ട് ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം എന്നാലേ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പിന്നീട് പറയുമ്പോൾ ഒരു പരിഗണന ലഭിക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ആർക്ക് വോട്ട് ചെയ്യുന്നതിലുപരി മുഴുവൻ ആളുകളും വോട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ അറിയാം, പുഴയിൽ വെള്ളം കൂടി നിൽക്കുന്ന സമയമാണ്. അവർക്ക് വോട്ട് ചെയ്യാൻ വരാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തായാലും വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ എളുപ്പത്തിൽ തന്നെ വരുന്നൊരു മാനസികാവസ്ഥ ഉണ്ടോ? അവർ കുറേ ആളുകൾ, പല ആളുകൾക്കും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേർക്ക് ജോലികളൊക്കെ ഉണ്ട്. അവർ വിത്ത് നടുന്നതിന് വേണ്ടി പോയ കുറച്ചാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ കേരള ജനറൽ സെക്രട്ടറി വെള്ളേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. പുള്ളി വിത്ത് നടാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവർ വന്നിട്ടുണ്ട്. അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവരിപ്പോൾ വോട്ട് ചെയ്ത് പോവുകയാണ്. അത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രതികരണം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു എന്നതാണ്. ഇവിടെ ഇപ്പോൾ വോട്ടേഴ്സിനൊന്നും കാണുന്നില്ല എങ്കിൽ കൂടി തൊട്ടപ്പുറത്ത് വോട്ട് രേഖപ്പെടുത്തി. ഇത് വനത്തിനുള്ളിലേക്കാണ് ഇവരുടെയൊക്കെ വീട്. ഇവിടെ തന്നെ 4 നഗറുകളുണ്ട്. അത് ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ. ഈ 4 നഗറുകളിലുള്ള വോട്ടേഴ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത്. ഈ 4 നഗരങ്ങളിലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവർ ഒന്നിച്ചാണ് തിരികെ കാടുകളിലേക്ക് അല്ലെങ്കിൽ കാടുകളിലെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുക എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി കാത്തിരിക്കുകയാണ്. പുഴ കടന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ചു വന്നാൽ അങ്ങോട്ട് തിരികെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. ഇവർക്ക് വോട്ട് ചെയ്തവർ കൂടിയാണ് എന്നുള്ളതാണ്. ചിലരൊന്നും നമ്മോട് പ്രതികരിക്കില്ല. നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, വോട്ട് ചെയ്തോ? ഇല്ല. ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക, ചെയ്തിട്ടില്ല. ഓക്കെ, വോട്ട് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ ഈ പരമാവധി ആളുകൾ വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 200-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് നല്ല പോളിംഗ് പെർസെൻറ്റേജ് കൂടിയാണ്. സാധാരണഗതിയിൽ ഈ ആദിവാസി മേഖലയിൽ പോളിംഗ് ശതമാനം കുറയുന്ന ഒരു കാഴ്ചയുണ്ട് എങ്കിൽ ഇപ്പോൾ അത് മാറുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് പ്രത്യേകമായി കാണാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരൊക്കെ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ കാടിനകത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ കൂടിയാണ്. വനമേഖലയാണ്. അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും അവരെ സംബന്ധിച്ചുണ്ട്. പലർക്കും സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള പേര് അറിയാത്തൊരു തെരഞ്ഞെടുപ്പ് പ്രതികരണം, അതേക്കുറിച്ച് ഉള്ള വിവരങ്ങളാണ് നൽകിയത് മുഹമ്മദ് ഷംസീർ.